ഹലോ ഗൈസ്, ഇന്ന് സജീനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. സജീന ആരാണെന്ന് അറിയാമല്ലോ. രേണുസുതിക്ക് വേണ്ടി ഈ സോഷ്യൽ മീഡിയയിൽ കട്ട ഫൈറ്റിംഗ് ചെയ്ത് രേണുസുതിയുടെ പരിചാരികയായ വാളും പരിചയമൊക്കെ ആയിട്ട് നിൽക്കുന്ന സജീന. അപ്പം ഞാനുമായിട്ട് കുറേ ഫൈറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറേ വീഡിയോ ഒക്കെ എനിക്കെതിരെ ചെയ്തിട്ട് ഞാൻ റിയാക്ട് ചെയ്തില്ല, മൈൻഡേ ചെയ്തില്ല. ഇപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചാൽ രേണുസുതിയുടെ ഒരു ഇൻ്റർവ്യൂ. അപ്പം അതിനകത്താണ് ഈ സജീന എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറാണ് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം നമ്മൾ വിടുവോ? അപ്പം ആ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിനെ നമുക്കൊന്ന് കണ്ടാലോ? നോക്കിക്കോ. എനിക്ക് കുറച്ച് പേരുണ്ട് എൻ്റെ ഒപ്പം നിൽക്കുന്ന കുറച്ച്. എൻ്റെ വീട്ടുകാരുണ്ട്, എൻ്റെ ചേച്ചിയാണല്ലോ, പിന്നെ എനിക്കൊരു മാനേജറുണ്ട് കരീഷ്മ. ഓളെന്ന് വെച്ചാൽ എന്ത് വിഷമം. അതുപോലെ എനിക്ക് ഒരു ബ്രദറുണ്ട്. അതുപോലെ എനിക്ക് നല്ലൊരു തിക്ക് ഫ്രണ്ടും ഉണ്ട്. അവൻ്റെ പേര് ഞാനിപ്പോൾ എന്തായാലും പറയുന്നില്ല. നമുക്ക് എന്ത് മനസ്സിന് വിഷമം ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി. കാരണം ഈ 10,000 പേര് എന്നെ പറ്റി നെഗറ്റീവ് പറഞ്ഞാൽ ഈ 4 പേര് എൻ്റെ അടുത്തൊന്ന് ഒന്നുമില്ലടി അല്ലെ അവരോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രസ്ട്രേഷൻ എൻ്റെ അലത്തില്ലാതാവും. അതാണ് എന്നെ ഇങ്ങനെ നിലനിർത്തുന്നൊരു. അപ്പോൾ 1 ചേച്ചിയും വീട്ടുകാരും, 2 മാനേജർ കരീഷ്മ, 3 ബ്രദർ, 4 പേര് പറയാൻ പറ്റത്തില്ല, ഒരു ഫ്രണ്ട്. അവനാ, എന്തായാലും അവളല്ല, അവനാ. അപ്പം 4 പേര് ഫില്ലായി. ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത പേര് സജീനയായിരിക്കുന്നു. 3ാമത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത പേര് സജീനയായിരിക്കുന്നു. 4ാമത് പറഞ്ഞപ്പം അതിലും സജീനയില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ആണ് സജീന എന്ന്? മനസ്സിലായോ? ഈ രേണുസുതിക്ക് വേണ്ടിയിട്ട് മരിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരു ഭാവമായിരുന്നു ഈ സജീനയ്ക്ക്. കാരണം ഞാനുമായിട്ട് കുറേ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് എനിക്കും അടുത്തിട്ട് ഞാനങ്ങ് നിർത്തി. രേണുസുതിയുടെ ഒരു വീഡിയോ നമ്മളിട്ടാൽ എതിര് 2 വീഡിയോ സജീന ഇടും. കാരണം അത്രയ്ക്കങ്ങ് ആത്മാർത്ഥതയായിരുന്നു. പക്ഷെ അത് അവിടെ ഉള്ളായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. സജീനയ്ക്ക് അത് മനസ്സിലായില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ സജീന കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ സജീന കണ്ടിട്ടില്ലെങ്കിൽ സജീന ഇഷ്ടമുള്ളവർ ഇപ്പം നമ്മുടെ വീഡിയോ കാണുമല്ലോ, ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. കണ്ടിട്ടുണ്ടാവും, കാണാതിരിക്കത്തില്ല. ഇനി കരഞ്ഞ് തളർന്നിരിക്കുവാണോ എന്നറിയത്തില്ല. കാരണം ഉറ്റ കൂട്ടുകാരി അങ്ങ് എല്ലാമാണെന്ന് വിചാരിച്ച് വാളും പരിചയമൊക്കെ എടുത്ത് അവിടെ ഒരു പരിചാരികയായിട്ട് ഒക്കെ നിന്നിട്ട് അവസാനം പുറംകാല് കൊണ്ട് തട്ടിക്കളഞ്ഞത് ഓർത്തിട്ട് ചിലപ്പോൾ കിടന്ന് കരയായിരിക്കും. ആരെങ്കിലും ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെന്നൊന്ന് ആശ്വസിപ്പിച്ചേക്കണേ. അപ്പോൾ സജീന വിഷമിക്കണ്ട, ഇത് കൂടപ്പറപ്പാണ്. ഏത് ഈ സഹായിച്ചവരെ നിന്ദിക്കുക എന്നുള്ളത്. ഈ സാമ്പത്തികമായിട്ട് സഹായിച്ചത് മാറി നിൽക്കട്ടെ, ഒരു ചെങ്കോട്ടയായിട്ട് ഈ രേണുസുതിക്ക് മുന്നേ നിൽക്കുകയായിരുന്നല്ലോ. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ എതിരെ ഇടയ്ക്ക് അവരെയൊക്കെ തടുത്തുകൊണ്ട് ഒരു വലിയ ചെങ്കോട്ടയായിട്ട് നിൽക്കുകയായിരുന്നല്ലോ. അപ്പോൾ ആ ചെങ്കോട്ടയും എടുത്ത് തട്ടിക്കളഞ്ഞു. കാരണം ഇനി നിങ്ങളുടെ ആവശ്യമില്ല അവർക്ക്. അപ്പോൾ ഇനിയെങ്കിലും എന്തിനോ വേണ്ടി തിളയ്ക്കാതെ സ്വന്തമായിട്ട് തിളയ്ക്കാൻ നോക്ക്. വീട്ടിൽ 2 പിള്ളേരില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തിളയ്ക്കാൻ നോക്ക്.